പ്ലാസ്റ്റിക് വെച്ച് സെറ്റാക്കി. ഇനി 40 ഗെയിം നെയിം ശരി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കടൽപ്പാലത്ത് പോയില്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ഇങ്ങനെ നിർത്തി വണ്ടി പിടിച്ച് നമ്മുടെ ചെക്കൻ്റെ വണ്ടി പിടിച്ച്. അയ്യോ വാവ്. ഗൈസ് വെൽക്കം ബാക്ക്. വാവ്, ഞാനിന്ന് ഫ്രീക്കനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞ കാര്യമാണ്, നമ്മൾ പണ്ട് മുതൽ ബ്രോൻ്റെ ഹെയർ കണ്ടിട്ടാണ് ബ്രോ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത്. ഇപ്പം എന്താ മുടി കെയർ ചെയ്യാത്ത ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നുണ്ട്. ആരാ പറഞ്ഞേന്നാ? കഥയിൽ ചോദ്യമില്ല. കുറേ DM ഒക്കെ വരലുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ വിചാരിച്ച് നട്ടുച്ചയ്ക്ക് സൂര്യഘാതം ഉള്ളപ്പോൾ നമ്മുടെ ചങ്ങായി വന്നിട്ടുണ്ട്. നേരെ നമ്മൾ തലശ്ശേരിക്ക് പോയിട്ട് പണ്ടത്തെ ഫ്രീക്കാവാൻ പോവാണ്, മുടിയൊക്കെ സെറ്റാക്കാൻ പോവാണ്, കായൊക്കെ വലിച്ചെറിഞ്ഞ് വിഷിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഡ്യൂക്കിയും ബ്ലാക്കിയും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് രണ്ടും എടുത്തല്ല പോകുന്നത്, നമ്മുടെ ചങ്ങായിൻ്റെ വണ്ടിക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ കാണിച്ചു തരാം. സോ ഗൈസ് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ അപ്പോൾ നമുക്ക് നേരെ പോകാം. സോ ഗൈസ് നമ്മുടെ ബ്ലാക്കി ബേബി ഇതാണ് ഇരിക്കുന്നത്. നല്ല ലുക്കായിട്ട് നല്ല കഴുകി വെച്ചിട്ടുണ്ട്. ചെറിയ കാര്യമാണ്, നമ്മുടെ ഡ്യൂക്കി ലുക്കായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി വെയിലത്ത് നമുക്ക് ഹെൽമെറ്റ് എടുത്തിട്ട് നേരെ തലശ്ശേരിക്കുക. അങ്ങനെ തലശ്ശേരി വിശേഷങ്ങളും ഹെയർ അപ്ഡേറ്റും കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താടാ ഹെൽമെറ്റ് കേറിയിട്ടില്ലേ? ഞാൻ മറ്റേ ഹെൽമെറ്റ് എടുക്കാനാണ് പറയുന്നത്. മുടി എന്താണ് ഇത്രയും കാലം കെയർ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന 2 മുതൽ വണ്ടിയുണ്ട്. കുറേ പ്രത്യേകിച്ച് ജിമ്മും കൂടെ ആയപ്പോൾ ഒരുപാട് ചിലവാണ്. അപ്പോൾ ഹെയർ പണ്ട് വണ്ടികളും വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഹെയറിന് മാത്രം എല്ലാ മാസവും ഒരു 1000, 2000, 3000 ഒക്കെ മുടക്കി കെരാറ്റിന്, ബോട്ടോക്സ്, സ്ട്രൈറ്റ്, സ്മൂത്ത് കളറെല്ലാം ചെയ്യുമായിരുന്നു. ഓരോ ദിവസം കഴിയുന്നവരും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുമല്ലോ അല്ലടാ. അങ്ങനെ മാറി കുറേ അധികം ചിലവായി, എസ്പെഷ്യലി വണ്ടീൻ്റെ പേരിൽ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അധികം മുടിയിൽ അധികം ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ മുടി ഞാൻ നിർത്തി. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനി മുടി ഒന്ന് സെറ്റാക്കണം. പിന്നെ ഇപ്പോൾ നല്ലപോലെ ഹെയർ ഫാൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഇരിക്കും. പക്ഷെ എന്തായാലും ട്രാൻസ്ഫോർമേഷൻ കാണണമെങ്കിൽ ഇങ്ങനെ ഇരിക്കണ്ടേ. കെരാറ്റിൻ സ്ട്രെയിറ്റും സ്മൂത്തും ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടെ മുടിയിൽ. ബിക്കോസ് അത് കെമിക്കലാണ്. കെമിക്കലായതുകൊണ്ട് തന്നെ മുടി ഭയങ്കര ഡേഞ്ചറാണ്. കെരാറ്റിൻ എന്ന് പറയുന്നത് നാച്ചുറൽ സാധനമാണ്. അപ്പോൾ ഇതിനു മുമ്പും കെരാറ്റിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ തലശ്ശേരി ഡൗൺടൗൺ മാളിൽ പോയിട്ട്. ഇത് തലശ്ശേരി തന്നെയുള്ള വേറൊരു വലിയൊരു ബ്യൂട്ടി പാർലറിലോട്ടാണ് പോകുന്നത്. ഇതുവരെ പോയിട്ടില്ല. വലിയ സെറ്റപ്പൊക്കെയാണ് പറയുന്നത്. അവിടെ പോയി നോക്കാം. AC ഉണ്ട്, ഗെയിമിംഗ് സെറ്റപ്പ് വരെ ഉണ്ട്, ഗെയിം എല്ലാം ഉണ്ട്. അപ്പോൾ ഈ വേടല എൻ്റെ KV8ൻ്റെ ഹെൽമെറ്റ് കൊണ്ടുത്തന്നിട്ടുണ്ട്. എൻ്റെ KV8ൻ്റെ ഹെൽമെറ്റിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രത്തോളം ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ചെങ്ങായിൻ്റെ ഇതുപോലത്തെ KV8ൻ്റെ ഹെൽമെറ്റ് ഉണ്ട് എൻ്റെ നാട്ടിൽ. നീ കണ്ടിട്ടുണ്ട് അത് ഡ്യൂക്കുള്ള? അവൻ ഇതുപോലെ മാനന്തവാടി വള്ളിയൂർക്കാവ് ഒരു ഉത്സവത്തിന് പോയതാണ്. അവിടുന്ന് ഹെൽമെറ്റ് അടിച്ചു മാറ്റി 12,000 രൂപേനെ ഹെൽമെറ്റ് അടിച്ചുകൊണ്ട് പോയി. സത്യം. അതുകൊണ്ട് ഞാൻ ഈ മുത്തിനെ പുറത്തിറക്കാറില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഇതൊക്കെ ഇട്ട് ലക്ഷറി ആക്കിയിട്ട് പോവാം. ഇതാ നമ്മുടെ ചെങ്ങായിനോട് പോയി വെയിലത്ത് തലശ്ശേരി എത്തി. ഓ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ മണ്ടയിലായിട്ടാണ് നമ്മുടെ ബിൽഡിങ് വരുന്നത്. ഇതേമാതിരി ലുക്കാക്കുന്നുണ്ട്. പോക്കാണ്ടായിരിക്കും പെണ്ണ് കാണാനാണ് പോകുന്നതെന്ന്. നോക്കട്ടെ, അവിടെ ഉള്ള പെണ്ണുണ്ടെങ്കിലും അല്ലേ. സോ ഗൈസ് എന്തായാലും നമുക്ക് പോവാട്ടാ. ഹെൽമെറ്റ് വെച്ച് മുടി ഇപ്പം ഇതെങ്ങനെയായിപ്പോയി. അവർ കാണുമ്പം പറയുമോ 10,000 രൂപ ആകുന്നു. നമ്മൾ ഉള്ളിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പണി തുടങ്ങണം. പിന്നെ ഇവരോട് കൊളാബിയേറ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കി നമ്മളിതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അവിടെ ഗെയിമിംഗ് സെറ്റപ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട്. നൈസ് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. മുടി സെറ്റാക്കിയിട്ട് വരാൻ നോക്കി. ഇങ്ങനെ വാശി ചെയ്യുന്ന കുറേ മുടി കയ്യിൽ വരും ബൈ. നല്ല ഹെയർ ഫോൾ ബൈ സോൾവ് ആവുമോ ഹെയർ ഫോൾ ആഫ്റ്റർ ബോട്ടോക്സ്? नहीं आफ्टर केराटिन सॉल्व आउट है. केराटिन ये बोटॉक्स से प्रोटीन मिलता है. അവരെന്നായിട്ട് പറയാ എടുക്ക വീഡിയോ കഴുകി മാറ്റിട്ടാ അങ്ങോട്ട് കഴുകി സുഖമായിട്ട് കുളിക്കട്ടെ. എല്ലാം ബോട്ടോക്സാണ് നമ്മളെ ഹെയറിൽ ചെയ്യാൻ പോകുന്നത്. വാശിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫുൾ ഹെയർ ബാക്കും ഫ്രണ്ടും ഫുൾ ചെയ്യുന്നുണ്ട്. കുറേ പരിപാടി സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു കേട്ടോ. അയ്യോ എൻ്റെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പോവാണേ. ഇത് ബർഗറാക്കുവാടാ. കുറേ പേര് പറയുന്നത് ഹെയർ സെറ്റാക്കണം, ഹെയർ സെറ്റാക്കണം. എല്ലാവർക്കും ഇതുകൊണ്ട് നമ്മൾ സെറ്റാക്കി തരാം.
അങ്ങനെ നമ്മളെ ക്രീം ഇട്ട് മൂത്ത് പിസ പോലെ പ്ലാസ്റ്റിക് വെച്ച് സെറ്റാക്കി ഇനി 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം, ഡ്രൈ ആവണം. അവൻ ചുഖം പഠിച്ചു. ഓക്കെ, ഇനി അതുവരെ നമ്മുടെ തല ഇങ്ങനെ 45 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. വാവ്, പ്ലേ സ്റ്റേഷൻ ഉണ്ട്, ഇതുണ്ട്, അതുണ്ട്. എന്താണ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട്. ഇതിന്റെ പേരെന്തായിരുന്നാ? ഓക്കെയാണ്. പേരെന്തായിരുന്നു പോയി? ഗെയിം നെയിം ബാസ്കറ്റ്ബോൾ. ഫുട്ബോൾ. ഹെയർ സെറ്റ് ആക്കാൻ വന്നത്. അപ്പോൾ ഇനി 40 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്ലേ സ്റ്റേഷൻ ഗെയിം എൻജോയ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കളിക്കാം. പറപ്പിക്കും മക്കളെ. അടി അണ്ണൻ കപാലി ഷോട്ടാക്കാം. അങ്ങനെ നമ്മൾ 3/4 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ തലയിലെ പിസയും കാര്യങ്ങളൊക്കെ തന്നെ പൊതിഞ്ഞിട്ട് മിഷനും കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച മുടിയും കൂടെ സൈഡിൽ നിന്ന് മുറിച്ച് ബസ് ഫൈഡ് പോലെ അടിച്ച് സെറ്റാക്കണം. അപ്പോൾ ബായി പറഞ്ഞ് ലൈൻ ഇട്ടാൻ നൈസാവുന്നു. സോ ഇതാണ് കേസ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ഏകദേശം 2-3 ദിവസം കഴിഞ്ഞ് 2-3 വട്ടം വാഷ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ മുടീന് യഥാർത്ഥ ലുക്ക് കിട്ടുക. ഇപ്പോൾ കുറച്ച് ഷോക്ക് അടിച്ച പോലെയൊക്കെ ഇരിക്കും, പിന്നെ അങ്ങ് സെറ്റായിക്കോളും കേട്ടോ. സോ ഇതാണ് ഫൈനലി നമ്മുടെ പരിപാടി കഴിഞ്ഞതാണ്. ലുക്കിലെത്തി കേട്ടോ. ലുക്മാൻ അലി ഫുക്രി ബൈ പവറല്ലേ ചേട്ടാ, സ്പെഷ്യൽ ബായാണ് കേട്ടോ. സംഭവം സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് വാഷ് ചെയ്താലും മുടി ഫുൾ റിസൾട്ട് വരിക. അതുവരെ ഇങ്ങനെ ഒട്ടിയ പോലെ നിൽക്കും കേട്ടോ. അപ്പോൾ തലശ്ശേരി നമ്മുടെ ഇങ്ങോട്ടുള്ള റോട്ടിൽ മെൻസ് ക്ലബ്ബ്, മെൻസ് സലൂൺ. ഓക്കെ, കിഡിലുമാണ്. ആൾക്കാരും ഓണേഴ്സും എല്ലാവരും അടിപൊളിയാണ്. ഉറപ്പായിട്ട് വന്ന് നോക്കുക, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി ഇവന് പോയിട്ട് ഇവൻ 4 മണിക്കൂർ എൻ്റെ കൂടെ ഫുഡ് മേടിച്ച് കൊടുക്കണം, ബീച്ചിൽ കാണണം. പവറായി, എല്ലാവരും ഹാപ്പിയായി. ഇനി കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണം, പവറാക്കണം ഹെയറിൻ്റെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വന്നു വിട്ടാം. കിഡിലെ സ്പോട്ടാണ്, നമുക്ക് ബോറടിക്കില്ല. ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നേരെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ടോ. ഹെയറിന് ഷോപ്പ് അടിച്ച പോലത്തെ കോലത്തിൽ ഞാൻ കടൽപ്പാലത്ത് എത്തിയിരിക്കുകയാണ്. സോ അതിനെ എപ്പോൾ പറയണ്ടല്ലോ, നമ്മുടെ എല്ലാ വ്ളോഗിലും എല്ലാ സ്ഥലത്തും കാണിക്കുന്നതാണ് നമ്മുടെ കടൽപ്പാലം. കടൽപ്പാലം. ഈ കടൽപ്പാലം നവീകരിക്കാൻ 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത് നവീകരിച്ച് മപ്പാരി നമ്മുടെ കടൽപ്പാലം. ഇതൊരു വൈബാണ്. തലശ്ശേരി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കടൽപ്പാലത്ത് പോയില്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ഇങ്ങനെ മറ്റം വരെ സാധനം. സോ ഗൈസ്, മുടിയാണെ മുറിച്ചിട്ടാണ് അവസ്ഥ. 2-3 ദിവസം മുടി കുറച്ചും കൂടെ, 2 ദിവസം കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്ത് ആവും. സോ നമുക്ക് നടുക്കൂടെ പോകാം. വണ്ടി പിടിച്ചടാ. അയ്യോ, പിടിച്ച് അതാ നിർത്തി വണ്ടി പിടിച്ച്, നമ്മുടെ ചെക്കൻ്റെ വണ്ടി പിടിച്ച്. അയ്യോ, നീ കരയല്ലടാ. ചെറിയൊരു 2000 രൂപ ഫൈൻ ഉണ്ടാവും. എടാ പിടിച്ച് പോനെ, പിടിച്ച് അയ്യോ, എടാ മണ്ടൂസ്, എങ്ങനെയാടാ പിടിക്കുക? നീ വന്നേ, ഞാൻ വെറുതെ കരഞ്ഞില്ല. പിന്നെ റോഡ് സൈഡിൽ പിടിച്ച വണ്ടിയൊന്നും പിടിക്കാനൊന്നും ആയില്ല. MBD ആണെങ്കിൽ പിടിച്ചേനെ, വേറെ ചെയ്യുന്നില്ല. അവിടെ കരഞ്ഞ അവന് ഊപ്പാടിളക്കി. അങ്ങനെ ബിരിയാണി അടിക്കാന്ന് വിചാരിച്ചേട്ടാ. തലശ്ശേരി ബിരിയാണി സെറ്റ്. വാവ് ലുക്കിംഗ് ലൈക്ക് വാവ് മക്കളെ. ഇനി ബിരിയാണി അടിച്ചിട്ട് കാണാം കേട്ടാ. സെറ്റ് ഇത്. അങ്ങനെ ഫുഡ് അടിച്ച് ഒരു കിഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കിഡിലെന്ന് പറഞ്ഞാൽ പോരാ, നല്ല കിടിലം ബിരിയാണിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കടൽപ്പാലത്ത് ബിരിയാണി നല്ല സൺസെറ്റ് കാണാൻ വന്നിരിക്കുമ്പോൾ നമ്മുടെ ചെങ്ങായിമാർ നാട്ടിലെ, അവരുടെ വണ്ടീൻ്റെ പേപ്പറും ഇല്ല, വണ്ടിക്ക് നമ്പർ പ്ലേറ്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് 2 വണ്ടി, ഒരു 220 V3 നേരെ കൈയോടെ പോലീസ് ഓടിച്ചുകൊണ്ട് പോയി. എടാ അത് മാന്യായ കാര്യം. പേപ്പറും ഇല്ല, ലൈസൻസ് ഉണ്ട് അവന് ലൈസൻസ്, പക്ഷേ ലൈസൻസിൻ്റെ ഒരു ഫോട്ടോയും നമ്പറും ഇല്ല എന്ന് പറയുമ്പോൾ പ്രശ്നമല്ലേ. അവൻ പറയുന്നത് അവൻ ലൈസൻസ് ഉണ്ടെന്ന് എനിക്കറിയുന്നേക്കണ, പക്ഷേ പോലീസിനോട് ഇല്ല എന്ന് പറഞ്ഞാൽ പോലീസ് ഇല്ല എന്നല്ല വിശ്വസിക്കും. 2 വണ്ടിയും കൊണ്ടുപോയി. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പണ്ടത്തെ ഹെയർ സ്റ്റൈലാണോ, പണ്ടേ അങ്ങനെ മുമ്പോട്ട് ഇടൂലായിരുന്നു. സോ എന്തായാലും ഇനി വീട്ടിൽ പോകണം, കുളിക്കണം. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ ഈ മുടി കൊള്ളി പോലെ നിൽക്കുന്ന സംഭവം മാറിയിട്ട് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുക.
അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റാക്കാം. അതൊക്കെ ഇനി നമ്മുടെ ബാക്കിയുള്ള ഷോർട്ട് വ്ലോഗിലൊക്കെ നിങ്ങൾക്ക് നമ്മുടെ മുടിയൊക്കെ കാണാനായിട്ട് പറ്റും. ഫുൾ ഷോർട്സിലൊക്കെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് പോയി കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. നേരെ അവൻ്റെ വണ്ടി എടുത്ത് കൂത്തുറമ്പെത്തി രാത്രി ആയതുകൊണ്ട് നേരെ നാട് പിടിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ ഇന്നത്തെ ഷോർട്ട് വ്ലോഗിലൊക്കെ ഡെയിലി കാണാം. ജസ്റ്റ് തട്ടിക്കൂട്ടിയെടുത്ത വീഡിയോ ആണ്. വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, സഹിക്കുക, സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ശരി എന്നാൽ ഓക്കെ, ബൈ. എപ്പോൾ കിടലും വീഡിയോ ആയിട്ട് വീണ്ടും വരാം.